സ്റ്റിയറിംഗ് വീല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൂട്ടാ, പക്ഷെ വണ്ടിയുടെ വീല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൂല. അതാണ് വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അതായത് സ്റ്റിയറിംഗ് വീല് മാത്രമാണ് കറങ്ങും, വണ്ടിയുടെ ടയർ അങ്ങോട്ടും കറങ്ങൂല. മൊത്തത്തിൽ പറഞ്ഞ വണ്ടി നമ്മുടെ കൺട്രോളല്ല. അതാണ് വണ്ടിയുടെ കംപ്ലൈൻറ്റ് കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ട കാര്യമാണ്. നമ്മൾ ക്രോസ് ഇറക്കിയിട്ട് സ്റ്റിയറിംഗ് ബോക്സ് ചെക്ക് ചെയ്തത് എന്താണെന്നുള്ളത്. അപ്പോൾ ഉള്ള കിട്ടിയ കംപ്ലൈൻറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതിലോട്ടാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് വരുന്ന യൂണിവേഴ്സിൽ പിടിപ്പിക്കുന്നത്. നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഈ പിന്നിലോട്ടാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ പിന്നിനെ പിന്നെ കയ്യിലേക്കിന് കേട്ടോ. സിമ്പിളായിട്ട് ആരും ഉരിപ്പ് വന്നു. ഇത് ഞങ്ങൾ അയച്ചു വെച്ചൊന്നുമല്ല, ചുമ്മാ ക്രോസ് ഇറക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കാര്യമുണ്ട്. ഏതോ ബോക്സ് അയച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കണ്ടോ, ചുമ്മാ ക്രോസ് ഇറക്കിയിട്ട് ഇത് സ്റ്റിയറിംഗ് ബോക്സായി കാണുന്നത് കേട്ടോ. ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയെ കാണുന്നുണ്ടോ. അതായത് റാക്കും പിന്നീട് നമ്മൾ പ്ലേ കൂടിയിട്ട് അടിച്ചടിച്ച് ഈ ലോക്കൊക്കെ ഊരിപ്പോന്ന് തള്ളിപ്പോന്നൊക്കെ കാണുന്നത് കേട്ടോ. കസ്റ്റമർക്ക് ഭാഗ്യമുണ്ട്, വയലിൽ വെച്ചൊന്ന് ഊരിപ്പോകും ചേട്ടാ. ഇതൊക്കെ വയലിൽ വെച്ച് വണ്ടി റണ്ണിങ്ങിലൊക്കെ ഊരിപ്പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പാട്ടിന് പോവും. സ്റ്റിയറിംഗ് വീൽ നമ്മൾ നേരെ പിടിച്ചിരിക്കും, വണ്ടി വയലെടുത്തോട്ടും പോകട്ടാ. ചെന്ന് ഇടിക്കും സ്വാഭാവികമായിട്ടും. കൺട്രോൾ പോകും. എത്ര ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല റണ്ണിങ്ങിലായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ ഇത്രയും വലിയൊരു മോശം ഹൗസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബോക്സ് മാറ്റുക കേട്ടോ. അത് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, മാറ്റുക. അതാണ് നല്ലത്. നമ്മുടെ ജീവനേക്കാളും വലുതെന്നുള്ള കുറച്ച് കാശ് എന്തായാലും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇത്രയും മോശം കണ്ടീഷനിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കിയിട്ട് വണ്ടി ഓടിക്കുക. അതൊക്കെ നല്ല സൗണ്ടായിട്ടുണ്ട്. ഓൾറെഡി സൗണ്ട് കേട്ടിട്ടും പുള്ളി ഓടിച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും മോശം അവസരമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സൗണ്ടൊക്കെ കേട്ടിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക. സൗണ്ട് വന്നാൽ എന്താണെന്ന് ചെക്ക് ചെയ്യുക. ഇതുപോലത്തെ വലിയ വള്ളിക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, വലിയ ബുദ്ധിമുട്ടിലോട്ടൊക്കെ പോകണ്ട. അപ്പോൾ വലിയ സൗണ്ടൊക്കെ വന്നാൽ പെട്ടെന്ന് വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ക്ലിയർ ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ഓക്കെ ആവും.